മലയാളി നിത്യേന കണ്ടും മിണ്ടിയും അനുഭവിച്ചുമറിഞ്ഞ മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയാണ് എം.ടി. തന്റെ ഓരോ കഥയും പറഞ്ഞത്. താനും തന്റെ അനുഭവങ്ങളും മാത്രമല്ല, തനിക്കു മുൻപേ നടന്നു മറഞ്ഞ സാഹിത്യ ലോകത്തെ വിസ്മയിപ്പിച്ച എഴുത്തുകാരെ അറിയാനും അദ്ദേഹം പരിശ്രമിച്ചു. ഓ ഹെൻറിയും ചെക്കോവും മോപ്പാസാങ്ങും വാൾട്ടർ സ്കോട്ടും മുതൽ മാർക്കോസും കാൽവിനോയും ഉൾപ്പെടെ ആ സാഹിത്യയാത്രകൾക്ക് കരുത്തു പകർന്നിട്ടുണ്ട്. എങ്കിലും മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന ബഹുമുഖ പ്രതിമയുടെ വജ്രായുധം താൻ കണ്ട കാഴ്ചകളും നടന്നു വന്ന ജീവിത വഴികളും തന്നെയായിരുന്നു. കാച്ചിക്കുറുക്കിയ മഞ്ഞും അതിൽ വിമലയുടെ മനസ്സിന്റെ ആഴങ്ങളും. ഓരോ വായനക്കാരനിലേക്കും പരകായ പ്രവേശം ചെയ്ത രണ്ടാമൂഴത്തിലെ ഭീമനും അപ്പുണ്ണിയുടെ നാലുകെട്ടുമെല്ലാം ഏതാനും ഉദാഹരണങ്ങൾ മാത്രം. ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധനും കാലത്തിലെ സേതുവും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും വായനക്കാരുടെ ഉറക്കം കെടുത്തിയവരാണ്. അവർ കൊളുത്തിയ അസ്വസ്ഥതകളുടെ തീ തലമുറകളിലേക്ക് പടരുകയും ചെയ്തു. ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെടുത്ത ജീവിത കനലുകളെ ഉലയിലൂതി തീയാക്കിയാണ് എം.ടി. വായനക്കാരിലേക്ക് എത്തിച്ചത്. ആ തീ കെടാതെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ആളിപ്പടരുന്നു. മഹാഭാരതത്തിലെ അർത്ഥപൂർണമായ നിശബ്ദതകൾക്കിടയിലെ സൂചനകളെ എം.ടി. മനോഹരമായി വരച്ചിടുകയായിരുന്നു. ഒരു ജന്മം മുഴുവൻ രണ്ടാമൂഴത്തിനായി കാത്തുനിന്ന ഭീമൻ, ഒരു സാധാരണ മനുഷ്യന്റെ നോവും മുറിവുകളും സ്വപ്നങ്ങളും നഷ്ടങ്ങളും രോദനവും നിറച്ച ഭീമൻ, തോറ്റുപോയ മാറ്റി നിർത്തപ്പെട്ട ഭീമൻ. അങ്ങനെ അക്ഷരങ്ങളിലൂടെ ഓരോ മനുഷ്യരിലേക്കും എം.ടിയുടെ ഭീമൻ പരകായ പ്രവേശം ചെയ്തു. ജീവിതഗന്ധിയായ പുസ്തകങ്ങൾ മാത്രമല്ല, അഭ്രപാളികളെ മലയാളികളുടെ ഹൃദയത്തോട് കൂട്ടിയോജിപ്പിച്ച ഒരു പിടി കഥാപാത്രങ്ങൾ കൂടി എം.ടിയുടെ തൂലികയിൽ നിന്നുതിർന്നിരുന്നു. അക്ഷരങ്ങളിലൂടെ മാത്രമല്ല, അഭിനയ പ്രകടനങ്ങളിലൂടെയും എം.ടിയുടെ കഥാപാത്രങ്ങൾ ആസ്വാദകരെ വിസ്മയിപ്പിച്ചു. വാക്കുകളുടെ മുറുക്കത്തിലും ബന്ധങ്ങളുടെ ആഴത്തിലും കഥാശൈലികളിലൂടെയും എല്ലാ കാലവും എം.ടി. വായനക്കാരെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിന്റെ മഞ്ഞും തണുപ്പും വേനലും വർഷവുമെല്ലാം എം.ടി. തന്റെ വാക്കുകളിലൂടെ പകർന്നു. ഉള്ളിലുള്ള സകല നോവിനെയും പിടച്ചിലുകളെയും അനുഭവങ്ങളെയും കണ്ടറിഞ്ഞ കാഴ്ചകളെയും കേട്ടുവളർന്ന മൊഴികളെയുമെല്ലാം അദ്ദേഹം കഥകളാക്കി മാറ്റി വായനക്കാരിലേക്ക് കടത്തിവിട്ടു. മലയാള സാഹിത്യ ലോകവും സിനിമയുമെല്ലാം എം.ടിയോടൊപ്പം സഞ്ചരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് അധികമാകില്ല. സിലോണിൽ നിന്നും മടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവരുന്ന കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ എം.ടി. പറയുന്നുണ്ട്. അപ്പുക്കുട്ടന്റെ പളുങ്കിടപ്പിയേക്കാളും എംബ്രാൻകുട്ടിയുടെ മൗത്തോർഗനേക്കാളും മുന്തിയ കൊളംബിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ മൂങ്ങ കൗതുകമുണർത്തിയപ്പോൾ കഥാകാരന്റെ കണ്ണിൽ നിന്നും ദൂരെ മറഞ്ഞ സൂര്യകാന്തി പൂക്കളും നീലപ്പട്ടുനാടയും വായനക്കാരന്റെ കണ്ണുകളിലും നനവ് പടർത്തി. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. അതാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്നാണ് എം.ടി. തന്നെ പറഞ്ഞിട്ടുള്ളത്. നാലുകെട്ട് മുതൽ രണ്ടാമൂഴം വരെയുള്ള എം.ടിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ പരമ്പരാഗത ശീലങ്ങളിൽ തളയ്ക്കപ്പെടുന്നവരായിരുന്നെന്ന് ഒരു വിമർശനം പലപ്പോഴായി ഉയർന്നിരുന്നു. വ്യവസ്ഥാപിത മൂല്യങ്ങളിൽ നിന്ന് അല്പം മാറി ചിന്തിക്കുന്ന മഞ്ഞിലെ വിമലയ്ക്ക് പോലും അതിൽ വ്യത്യസ്തത അവകാശപ്പെടാനില്ല. ഇരുട്ടിന്റെ ആത്മാവിലെ അമ്മുക്കുട്ടിയുമെല്ലാം പുരുഷൻ എന്ന കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്ന തരത്തിലെന്നും വായനകൾ ഉയർന്നിരുന്നു. അമ്മയും മകളും സഹോദരിയും കാമുകിയുമെല്ലാം മനോഹരമായ ഹൃദയസ്പർശിയായ അവതരണം തന്നെയായിരുന്നു. എങ്കിലും അവർ ആ എഴുത്തുകളിലൊന്ന് കുരുങ്ങിക്കിടക്കുന്നില്ലേ എന്ന് സംശയിച്ചാൽ അതിൽ അത്ഭുതമില്ല. ഒരുപക്ഷെ കഥ നടക്കുന്ന കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ആനുകൂല്യം ആ കഥാപാത്രങ്ങൾക്ക് ലഭിച്ചേക്കാം. അതിനെയെല്ലാം മറികടന്നാണ് പഞ്ചാഗ്നിയിലെ നായികയെ എം.ടി. സൃഷ്ടിച്ചത്. സാഹിത്യ ലോകത്തെ അപേക്ഷിച്ച് സിനിമകളിലായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഒന്നുകൂടി സ്വതന്ത്രരായത് എന്നും വിലയിരുത്തലുണ്ട്. വായനക്കാരെ ആകർഷിക്കുവാനുള്ള ചെപ്പടി വിദ്യകളൊന്നും ഒരു കാലത്തും എം.ടി. പ്രയോഗിച്ചിട്ടില്ല. പക്ഷെ പുസ്തകത്താളിൽ നിന്നും വഴുതി മാറി എം.ടിയുടെ കഥാപാത്രങ്ങൾ വായിക്കുന്നവരുടെ മനസ്സിലേക്ക് താമസം മാറും. അവരുടെ കരച്ചിലും ചിരിയും ആത്മസംഘർഷങ്ങളുമെല്ലാം പിന്നെ നടക്കുന്നത് വായനക്കാരുടെ മനസ്സിലാണ്. അതവരുടെ മനസ്സിനെ കലക്കി മറിച്ചു. പലരും ആത്മപരിശോധന നടത്തി. എം.ടിയുടെ ഓരോ നായകനിലും നായികയിലും അവർ സ്വന്തം മുഖം കണ്ടു. കഥയുടെ തുടക്കത്തിൽ ചില വാക്കുകളിൽ കുരുങ്ങുന്നവർ അതിലെ ഓരോ സന്ദർഭങ്ങളിലൂടെയും സഞ്ചരിക്കും. ഒടുവിൽ ഒരു വിങ്ങലോടെ അത് അവസാനിപ്പിക്കും. അതായിരുന്നു എം.ടിയുടെ കഥ പറച്ചിലിന്റെ രീതി. കുട്ടിയേടത്തി എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നടപ്പുരയുടെ ഉത്തരത്തിൽ നിന്ന് ഒരു കയറിൻ തുമ്പത്ത് കുട്ടിയേടത്തിയുടെ ശരീരം ആടുകയായിരുന്നു. ഓരോ വായനക്കാരനും ആ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കും, കുട്ടിയേടത്തിയോടൊപ്പം ഇല്ലാതാക്കുന്ന പോലെ.